പത്തനംതിട്ടയിൽ ഒഴിവില്ലാത്ത തസ്തികയിലെ സ്ഥലം മാറ്റത്തിൽ പ്രതിഷേധിച്ച് സർക്കാർ ജീവനക്കാരി. കോയിപ്രം പഞ്ചായത്ത് ഓഫീസിൽ ഹെഡ് ക്ലാർക്ക് സ്മിതമോളാണ് പ്രതിഷേധിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്കുള്ളിൽ ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ സർവീസ് ബ്രേക്ക് ഉണ്ടാകുമെന്നും ജീവനക്കാരി. ഇടത് സർവീസ് സംഘടനയുടെ പകപോക്കലാണ് സ്ഥലം മാറ്റത്തിന് പിന്നിലെന്നും സ്മിതമോൾ പറയുന്നു. ഇപ്പോഴും സ്മിത പ്രതിഷേധത്തിൽ തന്നെയാണ്. അവിടെ നിന്നും മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് ഈ ഒരു പ്രതിഷേധത്തിന് കാരണം? ഇപ്പോഴും ആ ഒരു പ്രതിഷേധം തുടരുക തന്നെയാണോ സ്മിത അവിടെ? സ്മിതമോളിൽ നിന്നുള്ള വേണമെന്നുള്ള തസ്തിക മാറ്റം അല്ലെങ്കിൽ ഒഴിവ് വേണം എന്നുള്ള സ്ഥലമാറ്റം വേണം എന്നുള്ള ആവശ്യം ഒന്നും ഉണ്ടാകാതെ തന്നെ ഈ പഞ്ചായത്തിലേക്ക് മറ്റൊരു പഞ്ചായത്തിലേക്ക് സ്മിതമോളെ സ്ഥലം മാറ്റി ഈ പഞ്ചായത്തിലേക്ക് എത്തിയപ്പോഴാണ് അറിയുന്നത് ഇവിടെ ഇങ്ങനെയൊരു തസ്തികയിൽ നിലവിൽ ഒഴിവില്ല എന്നുള്ള കാര്യം. ഇപ്പോൾ ഒഴിവില്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്കുള്ളിൽ കിലോമീറ്ററുകൾ 8 കിലോമീറ്ററിന് ഉള്ളിലായതുകൊണ്ട് ഈ പഞ്ചായത്തുകൾ തമ്മിലുള്ള ദൂരപരിധി അത്രയും ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കുള്ളിൽ തന്നെ ഇവിടെ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. ജോയിൻ ചെയ്യാനാകാത്തത് കൊണ്ട് സർവീസ് ബ്രേക്ക് സംഭവിക്കും. അത് പിന്നീട് ശമ്പളത്തെയും മറ്റു കാര്യങ്ങളെയും എല്ലാം സാരമായി തന്നെ ബാധിക്കുന്ന പ്രശ്നമായി മാറും. അതുകൊണ്ട് സ്മിതമോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഇടത് ഭരണ സർവീസ് സംഘടനയുടെ ചില പകപോക്കലാണ് ഇതിന് പിന്നിലെന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. ഇപ്പോൾ സ്മിതമോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇന്ന് ഇവിടേക്ക് എത്തിയപ്പോഴാണോ ഇങ്ങനെ ഇവിടെ ഈ നിലവിൽ ഈ തസ്തികയിൽ ഒഴിവില്ല എന്നുള്ള കാര്യം അറിയുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്? എന്താണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികാരിയിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്? ഉത്തരവ് ആയപ്പോൾ തന്നെ തിരക്കിയപ്പോൾ ഇവിടെ വേക്കൻസി ഇല്ല എന്നുള്ളത് അറിഞ്ഞായിരുന്നു. അത് അറിഞ്ഞ് തന്നെ പ്രിൻസിപ്പൽ ഡയറക്ടർ ഓഫീസിലേക്ക് ഫോൺ മുഖേന ബന്ധപ്പെട്ട് വിവരം പറഞ്ഞായിരുന്നു. അപ്പോൾ പറഞ്ഞത് മോഡിഫൈ ചെയ്ത് ഓർഡർ ഇറങ്ങും, പിന്നെ അടുത്ത് റിലീവ് ചെയ്യാൻ വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റിലീവ് ചെയ്യാതിരിക്കുകയായിരുന്നു. അപ്പോൾ പുതിയ ആൾ അവിടെ വന്നപ്പോൾ എനിക്ക് റിലീവ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് സെക്രട്ടറി പറയുന്നത് ഇവിടെ പിന്നെ എനിക്കറിയാവുന്നതാണെങ്കിലും സെക്രട്ടറി പറഞ്ഞു വേക്കൻസി ഇല്ലാത്തതുകൊണ്ട് ജോയിൻ ചെയ്യിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് വെച്ചിട്ട് JDക്ക് ഇപ്പോൾ ഇവിടുന്ന് സെക്രട്ടറി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു 4 മാസമായിട്ടുള്ളൂ മറ്റൊരു പഞ്ചായത്തിൽ, തോട്ടപ്പുഴ പഞ്ചായത്തിൽ ജോലിയിൽ പ്രവേശിച്ചിട്ട് അതിനിടയിൽ ഒരു സ്ഥലമാറ്റം ഉണ്ടാകുന്നതിനൊക്കെ പിന്നിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ട് എന്നാണോ? ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിൽ ജോയിൻ ചെയ്തപ്പോൾ തൊട്ട് തന്നെ എനിക്ക് പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇവരേതെങ്കിലും ഇപ്പോൾ ഭരണ സംഘടനാ നേതാക്കളുടെ ഇടപെടൽ മൂലമാകാം ഞാൻ റിക്വസ്റ്റ് കൊടുക്കുകയോ അല്ലെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഒരു തീരുമാനമോ ഇല്ലാതെ ഭരണ സൗകര്യാർത്ഥം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ഉത്തരവ് ഇറക്കിയത് അങ്ങനെയാണെന്ന് തന്നെയാണ് എൻ്റെ ബലമായ സംശയം. സംഘടനയിൽ പ്രവർത്തനം അതാണോ ഈ പകപോക്കലിന് കാരണമായിട്ട്? ഞാൻ NGO സംഘടനയിൽ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഭാഗമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അത് കൂടാതെ അല്ലാതെ കണ്ട് എൻ്റെ ജോലിയുടെ ഭാഗത്തു നിന്നും ഒന്നും മറ്റു പ്രശ്നങ്ങളൊന്നും എൻ്റെ അറിവിലില്ല. പിന്നെ ചെന്ന് ജോയിൻ ചെയ്ത അന്നേ ദിവസം തൊട്ട് എന്നോട് അവരൊരു പകപോക്കൽ പോലെ പെരുമാറുന്നത്. ഈ തസ്തിക ഒഴിവുള്ള സ്ഥലത്തേക്ക് ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ മറ്റൊരു പഞ്ചായത്തിലേക്ക് ഇന്ന് തന്നെ മാറ്റം വേണം എന്നുള്ള ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള പ്രതിഷേധം തുടരുമെന്നാണ്. വേണം, ഇല്ല എങ്കിൽ ഞാൻ വന്ന പഞ്ചായത്തിൽ തന്നെ എന്നെ തിരിച്ച് പോസ്റ്റ് ചെയ്താലും മതി. എനിക്കൊരു ലീവ് പോലും ഇനി എടുക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം എയറിലാണല്ലോ. എന്താണെന്ന് കോയിപ്രം പഞ്ചായത്തിൽ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ലീവ് അനുവദിക്കത്തില്ല. തോട്ടപ്പുഴശ്ശേരിയിൽ നിന്ന് റിലീവ് ചെയ്തു, അവിടുന്ന് ലീവ് അനുവദിക്കത്തില്ല. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിയമപരമായിട്ട്. അതെൻ്റെ ജോലിയെയും എൻ്റെ കുടുംബത്തെയും മൊത്തത്തിൽ എൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ്. NGO സംഘടനാ ഭാരവാഹികളും ഇപ്പോൾ ഉണ്ട്. ഈ സ്മിതമോളുടെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവരും എത്തിയിരിക്കുന്നത്. തോട്ടപ്പുഴ പഞ്ചായത്തിൽ ജോലി ചെയ്തിരുന്ന സർക്കാർ ജോലിക്കാരിയെ ഒരു കാരണവുമില്ലാതെ മറ്റൊരു പഞ്ചായത്തിലേക്ക്, കോയിപ്പുറം പഞ്ചായത്തിലേക്ക് സ്ഥലം മാറ്റുന്നു. പക്ഷേ ഇവിടെ എത്തുമ്പോൾ അങ്ങനെ ഒരു നിയമനം തസ്തികയിൽ ഒഴിവില്ല എന്ന് അവർ അറിയുന്നു, പ്രതിഷേധം നടത്തുന്നു. ആ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് NGO സംഘ ഭാരവാഹികൾ എത്തിയിരിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പകപോക്കലാണ് എന്നുള്ള ആരോപണം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ തന്നെയാണോ NGO സംഘിൻ്റെ ഭാഗത്തുനിന്നുള്ളത്? NGO ഭാഗത്ത് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ വ്യക്തമായിട്ട് അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം 4 മാസം മുമ്പാണ് സ്മിതമോൾ അയിരൂർ പഞ്ചായത്തിൽ നിന്ന് തോട്ടപ്പുഴ പഞ്ചായത്തിലേക്ക് അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ HSC തസ്തികയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവിടെ HSC തസ്തികയിൽ ജോയിൻ ചെയ്യേണ്ട സമയത്ത് തന്നെ അവിടുത്തെ സെക്രട്ടറി, അത് KGO യൂണിയൻ്റെ ജില്ലാ ഭാരവാഹിയാണ്, അത് വ്യക്തിപരമായിട്ട് സ്മിതമോളെ ഉപദ്രവിക്കുന്ന രീതി തന്നെ അന്ന് മുതൽ പെരുമാറിക്കൊണ്ടിരുന്നത്. കാരണം HSC തസ്തികയിൽ സ്മിതമോളെ ജോയിൻ ചെയ്യിക്കാതെ ദിവസങ്ങൾ മുമ്പോട്ട് നീട്ടിക്കൊണ്ട് പോവുകയുണ്ടായി. അതിനുശേഷം NGO സംഘം ഇടപെട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിന് വ്യക്തമായ ഉത്തരവ് മേടിച്ച് സ്മിതമോളാണ് സീനിയർ, അതുകൊണ്ട് സ്മിതമോൾ തന്നെ HSC ആയിട്ട് ജോയിൻ ചെയ്യണം എന്ന് വ്യക്തമായിട്ട് ഉത്തരവ് മേടിച്ചതിന് ശേഷമാണ് സ്മിതമോളോട് HSC ആയിട്ട് ജോയിൻ ചെയ്യിക്കാൻ സെക്രട്ടറി അനുവദിച്ചത്. അപ്പോൾ അന്ന് ഭരണസമിതിയിലിരുന്ന ആൾക്കാരും ഈ സെക്രട്ടറിയോട് ഒത്തുകളിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള ആളെ അവിടെ HSC ആയിട്ട് തുടരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു നടപടിയായിട്ട് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് കേരള NGO സംഘ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ശക്തമായി ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് സ്മിതമോൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അന്ന് മുതൽ തന്നെ സ്മിതമോളെ അവിടെ മാനസികമായിട്ട് ഒരു ഉപദ്രവിക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന രീതിയിലാണ് അവിടുത്തെ സെക്രട്ടറി ഓരോ നിലപാടുകൾ എടുത്തുകൊണ്ടിരുന്നത്.
അപ്പോൾ അതിൻ്റെ ഒരു പകപോക്കൽ മാത്രമാണ് ഇന്നൊരു വേക്കൻസി ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു തസ്തിക ഒഴിവില്ലാത്ത കോയിപ്പുറം പഞ്ചായത്തിലേക്ക് നിയമിച്ചുകൊണ്ട് ഇട്ടിരിക്കുന്നുള്ളതാണ് കേരള NGO സംഘത്തിൻ്റെ അഭിപ്രായം. പ്രതിഷേധത്തിന് പൂർണ്ണ ഐക്യദാർഢ്യമായിട്ട് ഇനിയുള്ള സമയങ്ങളിലെല്ലാം NGO സംഘം ഉണ്ടാവും. തീർച്ചയായും NGO സംഘം ഈ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എവിടെയെങ്കിലും ജോയിൻ പറ്റുന്നത് വരെ അതിന് വ്യക്തം ഉത്തരവ് ഇറങ്ങുന്നത് വരെ കേരള NGO സംഘം ശക്തമായ പ്രതിഷേധമായിട്ട് നമുക്കൊപ്പം തന്നെ ഉണ്ടാവും. തസ്തിക ഒഴിവില്ലാത്ത ഒരു പഞ്ചായത്തിലേക്ക് സ്ഥലം മാറ്റം ഉണ്ടാകുന്നു. പിന്നീടുള്ള ശമ്പള കാര്യങ്ങളെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് അത് ഉണ്ടാകുമെന്നുള്ള സർവീസ് ബ്രേക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ പ്രതിഷേധവുമായിട്ട് ഇവിടെ കുത്തിയിരുന്നു കൊണ്ട് ഇനിയുള്ള മണിക്കൂറുകളിലും പ്രതിഷേധം നടത്താൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും പ്രതിഷേധം തുടരും. പ്രതിഷേധത്തിന് ഐക്യദാർഢ്യവുമായി NGO സംഘം രംഗത്തുണ്ട്. ശരി.